പറ്റുള്ളൂ അല്ലേ? എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് അതിലുണ്ട്. എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് എൻ്റെ ഫ്രണ്ട് അനുമോൾ ഇസ് ദേർ. ഫുൾ സപ്പോർട്ടാണ്. പിന്നെ അനുമോൾ ജയിക്കണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. റിയൽ ആയിട്ട് തന്നെയാണ് അനുമോൾ അവിടെ നിൽക്കുന്നത് അല്ലേ? നമ്മുടെ ലൈഫിലും കമ്പയർ ചെയ്യുമ്പോൾ അതായത് ബിഗ് ബോസ് ഹൗസ് നിങ്ങൾ കാണുന്നതല്ലേ, പോയി കഴിഞ്ഞാൽ അവിടെ പലതരത്തിലുള്ള ഗെയിംസ് ഉണ്ടായിരിക്കും, പലതരത്തിലുള്ള ഗെയിം സ്ട്രാറ്റജീസ് ആണ്. എല്ലാവർക്കും ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. അതനുസരിച്ച് അവർക്ക് പ്ലേ ചെയ്യേണ്ടി വരാറുണ്ട്. ഒരു ഫിസിക്കൽ ഗെയിം ആസ് വെൽ ആസ് മെൻ്റൽ ഗെയിം ഒക്കെ പുറത്തെടുക്കേണ്ട ഒരു സ്ഥലമാണ്. ഓരോരുത്തരുടെ ഗെയിമാണ്, ഓരോരുത്തരുടെ ഗെയിം സ്ട്രാറ്റജി ആണെന്നാണ് പറയുന്നത്. അത് അതെ, അവരതിനുള്ള ഒരു വിൽ പവറോട് കൂടിയായിരിക്കും അവിടെ ചെല്ലുന്നത്. എത്രത്തോളം നല്ല ഗെയിം സ്പിരിറ്റോട് കൂടി, എത്രത്തോളം ടാർഗറ്റോട് കൂടി അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട്, സ്മാർട്ടായിട്ട് പിടിച്ചു നിൽക്കുന്നുണ്ട്. അതെ അതെ. ഇപ്പോൾ കുറേ PR വർക്ക്സ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ, PR-ൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ PA ആയിട്ട്. അതെന്താ തോന്നണേ? ആ ഒരു ഇതിനെ കുറിച്ചിട്ട് എന്താ തോന്നണേ? ഒരു കാര്യം എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഇതിനാണ് അതിങ്ങൾക്ക് PR-ൻ്റെ ആവശ്യകത. ഇപ്പം ഇവിടെ ഇത്രയധികം ഓൺലൈൻ ചാനൽസ് ഇവരൊക്കെ ഇതിന് മുൻപ് എത്രയധികം പരിപാടികൾ ഇതുപോലെ അനുഭവം ഇതുപോലെ വന്ന ജില്ലയുടെ പോലെ ഓപ്പറേഷൻ പരിപാടികൾ ഇത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. സ്റ്റാർ മാജിക് എന്നൊരു ഷോ ചെയ്യുന്ന സമയത്ത് അനുഭവം കേരളത്തിൽ മാത്രമല്ല പുറത്തും വിദേശത്ത് ഒരുപാട് ഫാൻ ഫോളോയിങ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് സ്ഥലത്ത് അഞ്ചിൻ്റെ ഒരാളാണ്. ഇപ്പം സുഹാസിനി എന്നുള്ള ഷോ കോമക്സ് TV-യിൽ ജീവൻ്റെ കൂടെ ചെയ്തിട്ടുള്ള ആ ഒരു വെബ് സീരീസ് സ്റ്റാർ മാജിക് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റർടൈൻ ചെയ്യിച്ചിരിക്കുന്നതും എത്രയധികം ആരാധകരുണ്ടായിട്ടുള്ളതും പക്ഷേ ലക്ഷ്മിയെ പോലെ തന്നെ എന്താ പറയുക അനുമോൾക്കും തന്നെയാണ് ഹ്യൂജ് ഫാൻ ഫോളോയിങ് കേരളത്തിലുടനീളം. പുറത്ത് മലയാളികൾ എവിടെയുണ്ടോ അവിടെ എല്ലാം ഉണ്ട്. എൻ്റർടൈൻമെൻറ്റ് പ്രൂവ് ചെയ്ത ഒരാളാണ്. കേരള സംസ്ഥാന അവാർഡ് കുറച്ച് നടിക്കുള്ള അവാർഡ് നേടിയ വ്യക്തിയാണ്. സിനിമയിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. യൂട്യൂബ് ചാനലുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ 1 million+ ഫോളോവേഴ്സ് ഉണ്ട്. ഫേസ്ബുക്കിൽ ഫോളോവേഴ്സ് ഉണ്ട്. ഫാൻ പേജസ് ഉണ്ട്. ഇത്രയധികം വ്യക്തിയാണ് അനുമോൾ. ആൻഡ് ദാറ്റ്സ് വൈ ഷീ ഈസ് ദേർ ഇൻ ബിഗ് ബോസ്. പക്ഷേ ബിഗ് ബോസിൽ ഒരു കണ്ടസ്റ്റൻ്റായിട്ട് അനുമോൾക്ക് വരാൻ നിസ്സംശയം വരാനുള്ള വലിയ കാരണം ഇത്രയധികം ആരാധകരുള്ള ഒരു വ്യക്തിയാണ്, ആർട്ടിസ്റ്റാണ്, ഒരു എൻ്റർടൈനറാണ്. പിന്നെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, നമ്മുടെ ഇപ്പോൾ ഒരു ലവ് സ്ട്രാറ്റജി നടക്കുന്നുണ്ട്, അതിനെ കുറിച്ചിട്ട് എന്താ പറയുക? ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഏഷ്യനെറ്റ് വരെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്ത് വിടുന്നതാണ്. കണ്ടോണ്ടിരിക്കുന്ന രസമുണ്ട്. പക്ഷേ എന്താ തോന്നുന്നത്? എന്താ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളുടെ ഒരു റിപ്ലൈ കേട്ടിരുന്നില്ലേ ആളോടുള്ള? അത് പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം പറയേണ്ട ഒരു കാര്യമാണോ? എല്ലാവർക്കും ഇങ്ങനെ ഒരു ഷോയിലൂടെ പെട്ടെന്ന് പ്രൊപ്പോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വിഷൻ നമുക്ക് പലപ്പോഴും നമ്മുടെ കുടുംബത്തെ നമ്മുടെ മുന്നിൽ നിർത്തിയാലും നമുക്ക് ലൈഫിൽ ഒത്തിരി വേറെ ഗോൾസ് ഉണ്ടായിരിക്കുമല്ലോ. ഓഫ്കോഴ്സ് ഞങ്ങളെല്ലാവരും പേഴ്സണലി ആഗ്രഹിക്കുന്നത് നല്ലൊരു വ്യക്തിയെ കല്യാണം കഴിച്ച് വളരെ സുഖമായിട്ട് ജീവിക്കണം എന്നാണ് നമുക്ക് എല്ലാവരും മനസ്സിലാക്കുന്നത്. ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസിലൂടെ കടന്നു വന്നൊരു വ്യക്തിയാണ്. അപ്പം ഇതുപോലൊരു തീരുമാനം തീരുമാനിച്ചെടുക്കണം. അനുമോൾ വളരെ ഫാമിലി ഓറിയന്റഡ് ആണ്. ജീവിതത്തിൽ അതെ, പാരൻസും ഒക്കെ ആയിട്ടൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ട് എന്തായാലും വിവാഹം എന്നൊക്കെ പറയുന്നത് ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് സന്തോഷത്തോടെ രണ്ട് വ്യക്തികൾ ജീവിക്കേണ്ട കാര്യമാണ്.